വെൽക്കം ബാക്ക്. മൂകാംബികയിലെ പാർട്ട് 2 വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. യുവക്കുട്ടിയുടെ എഴുത്തിനിരുത്തുന്ന വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ ലിങ്ക് കൊടുക്കാം, കയറി കാണണേ. കാലത്ത് എല്ലാവരും 3 മണിക്ക് എണീറ്റ് റെഡിയായി. എല്ലാവരും റെഡിയായതിനു ശേഷം കേട്ടോ ഞാൻ റെഡിയായത്. കാരണം സാരി എനിക്ക് ഉടുത്തി ശീലമില്ലാത്ത കാരണം അമ്മയാണ് കേട്ടോ ഉടുപ്പിച്ചു തരുന്നത്. കാലത്ത് 5 മണിക്കാണ് കേട്ടോ അവിടെ നട തുറക്കുക. ആ ടൈമിൽ തന്നെ കയറാന്നുള്ള രീതിക്കാണ് കേട്ടോ നമ്മൾ റെഡിയാവുന്നത്. ആദ്യം തന്നെ ഇവക്കുട്ടിനെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലയെന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. കാലത്ത് എണീക്കലായിരുന്നു കേട്ടോ വലിയ ടാസ്ക്. എങ്ങനെയൊക്കെ എണീപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായി കേട്ടോ. ഇവക്കുട്ടിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ മീഷോയിൽ നിന്ന് ഇവക്കുട്ടിക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. വരുന്ന സമയത്ത് ഇത്ര ഭംഗിയുണ്ടാവുമെന്ന് വിചാരിച്ചില്ല, നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ റെഡിയെല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷം എന്താ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നേ. സാരി ഉടുക്കാൻ ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട് എൻ്റെ കയ്യിൽ അധികം സാരിയൊന്നും ഇല്ല കേട്ടോ. ഈ സെറ്റ് സാരി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അമ്പലത്തേക്ക് പോകാനുള്ള ചടങ്ങുണ്ടായിരുന്നു, അതിന് വേണ്ടി എടുത്തതായിരുന്നേ. സാരി ഉടുത്ത് ശീലമില്ലാത്ത കൊണ്ട് എടുത്തിട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങോട്ട്. അങ്ങനത്തെ നമ്മൾ അമ്പലത്തിലോട്ട് എത്തിയിട്ടോ. കറക്റ്റ് 5 മണിയാകുമ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ക്യൂ ഒരുപാടായിട്ടുണ്ടായിരുന്നേ. നമ്മൾ പോണ വഴിക്ക് ഒരു താലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കടകളുടെ ഫ്രണ്ടിൽ കാണാം പൂവ് കൊണ്ടുള്ള താലങ്ങൾ, പല രീതിക്കുള്ള പൂവ് കൊണ്ട് താലങ്ങളുണ്ട്. നമ്മൾ താമരത്തട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്കും ഇവക്കുട്ടിക്കും തലയിൽ ചൂടാൻ വേണ്ടി കുറച്ച് മുല്ലപ്പൂവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പായത് കൊണ്ടാണ് കേട്ടോ ഇവക്കുട്ടിക്ക് ഷോർട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നമ്മൾ തൊഴുതി ഇറങ്ങി കേട്ടോ. ഉള്ളിലോട്ട് ഫോൺ അലൗഡ് അല്ലാത്ത കാരണം തൊഴുതി ഇറങ്ങിയിട്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോഴേക്കും ദീപങ്ങളെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചുറ്റും ഈ സ്തംഭമൊക്കെ എല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ എത്തി തൊഴുതിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല രീതിയിൽ കാണാനും തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നെയ്വിളക്ക് കത്തിക്കാനാണ് കേട്ടോ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. കൗണ്ടറിൽ പോയിട്ട് നമ്മൾ നെയ്വിളക്കിനുള്ള ചീട്ട് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ ഒരു വിളക്ക് തരും, നെയ്യ് ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ കത്തിച്ചിട്ട് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ആഗ്രഹം നടക്കുന്നതാണ് കേട്ടോ ഐതിഹ്യം. നമ്മൾ മുൻപ് വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വരുന്ന സമയത്ത് എന്തായാലും ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്താൽ ഞാനും അമ്മയും കൂടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ വിളക്ക് ചുറ്റിച്ചിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും പുതിയൊരു അനുഭവമായിരുന്നു കേട്ടോ. ഞാൻ മുൻപ് എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ചെയ്ത സമയത്തൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ. നമുക്ക് ഇവക്കുട്ടിക്ക് നല്ല തണുപ്പുള്ള കാരണമാണ് കേട്ടോ ഷോർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 3:30-4 മണിയാകുന്ന സമയത്ത് ഇവക്കുട്ടി എണീറ്റതായിരുന്നു കേട്ടോ. അവൾക്ക് അതിൻ്റെ ക്ഷീണമൊന്നുമില്ല, ആൾ ഹാപ്പി ആയിരുന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ വിളിപ്പിച്ചിട്ട് 5 മണിയാകുമ്പോഴേക്കും തൊഴുതാൻ വന്നിട്ടും അവൾ ഹാപ്പി ആയിരുന്നു. അവൾ ഉറങ്ങുമോ കരയോ എന്നുള്ള പ്രശ്നമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ ഹാപ്പി ആയിരുന്നു, അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ചെറിയ അമ്പലം ചുറ്റും ഉണ്ടായിരുന്നു ഓരോ പ്രതിഷ്ഠയും വെച്ചിട്ടുള്ളത്. അവിടെ എല്ലാം പോയി തൊഴുതി വരുമ്പോഴേക്കും നമ്മൾ എഴുത്തിനിരുത്താനുള്ളത് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അവിടെ എഴുത്തിനിരുത്തുന്നതും ഒരു കൗണ്ടറിൽ ചീട്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. നമ്മൾ എത്തുമ്പോഴേക്കും ആദ്യത്തെ ട്രിപ്പ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ അവർ എണീക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവരെല്ലാം എണീറ്റതിന് ശേഷം നമ്മളിതാ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇവക്കുട്ടിനെ ഒരിടത്ത് ഇരുത്തുക എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് ടാസ്ക്കാണ് കേട്ടോ. എന്താവും എന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഏട്ടനായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒരു മൂഡ് മാറിയ സമയത്ത് അമ്മ എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എഴുത്തനെല്ലാം ഇരുത്തി പ്രസാദങ്ങളൊക്കെ വാങ്ങിച്ച് ഇവക്കുട്ടിക്ക് വിശക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ലഡ്ഡു കൊടുത്ത് കൈ കൊടുത്തു കേട്ടോ. പിന്നെ വീണ്ടും കുറച്ച് അമ്പലം നമുക്ക് ചുറ്റാനുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടി വരുമായിരുന്നു. അപ്പോഴേക്കും തിരക്കെല്ലാം നല്ല ജാസ്തിയായിട്ടോ. കാരണം അപ്പോഴേക്കും ഒരു 6:30-7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, തിരക്ക് നല്ലപോലെ ജാസ്തിയായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും ഏട്ടനും പ്രാർത്ഥിച്ച പോലെ ഇവക്കുട്ടിയുടെ എഴുത്തിനിരുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ധൃതി വെച്ച് എഴുത്തിനിരുത്തിയത് വേറൊന്നും കൊണ്ടല്ല, അവൾ ഫുൾ ടൈം കളി പേനയും പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് മനസ്സറിഞ്ഞ് കൊടുക്കാമല്ലോ ഇനിയിപ്പോൾ എഴുത്തിനിരുത്തിയതിന് ശേഷം. ഞാൻ മുൻപ് ആരോ പറഞ്ഞത് കേട്ടതായിരുന്നു കേട്ടോ, മൂകാംബികയിലോട്ട് പോകണമെന്നുണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ അമ്മ വിളിക്കേണ്ട വേണമെന്ന്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം, അതായത് ആദ്യമായിട്ട് ഞങ്ങൾ മൂകാംബികയിലോട്ട് വരാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും എടുത്ത് ടിക്കറ്റെല്ലാം എടുത്ത് വരാൻ നിൽക്കുന്ന സമയത്താണ് ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് പീരീഡ്സ് ആയിട്ടത് ക്യാൻസലായി പോയത് കേട്ടോ. ക്യാൻസലായെന്ന് വെച്ചാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കണം ഒരു ഫ്യൂ മിനിറ്റ്സ് മുമ്പാണ് കേട്ടോ എനിക്ക് പീരീഡ്സ് ആയത്. അങ്ങനെ അത് ക്യാൻസലായിപ്പോയി. അന്ന് വല്ലാത്ത സങ്കടമായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മളിതാ 2 പ്രാവശ്യമായി നമുക്ക് ഇങ്ങോട്ട് വരണം. 2 പ്രാവശ്യം വരുന്ന സമയത്ത് പിന്നെ നമുക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. കാലത്ത് നമ്മൾ മസാല ദോശയും ഇഡ്ഡലിയൊക്കെയാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവക്കുട്ടിക്ക് ഏത് ഹോട്ടലിൽ പോയാലും അവിടെ നിന്ന് ജീരകം കൊടുത്ത് കഴിക്കലാണ് കേട്ടോ അവളുടെ ഹോബി. അങ്ങനെ 2 കയ്യിലും പിടിക്കാൻ പറ്റാവുന്ന അത്ര ജീരകം അവളുടെ കയ്യിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ.
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് പോയി റെസ്റ്റ് എടുത്ത് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നേരെ നമ്മൾ ഉച്ചയാവുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ അമ്പലത്തിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അവിടെ ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം പതിവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അന്നദാനം കൊടുക്കുന്ന ഹാള്. അവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അന്നപ്രസാദം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നേരെ കയറി ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുകയാണ്. അങ്ങനെ ഇതാ ഫസ്റ്റ് പ്ലേറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറി കൊണ്ടുവന്നു. അങ്ങനെ ചോറ് കൊണ്ടുവന്നു. ഉച്ചക്കാലത്തും വൈകിട്ടും ഒരേ ഫുഡ് തന്നെയാണ് കേട്ടോ. ഒരേ കറിയും ഒരേ ഫുഡ് തന്നെയാണ് കേട്ടോ. പക്ഷേ എത്ര പറഞ്ഞാലും അവിടുത്തെ ഫുഡും കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഫുഡ് കഴിച്ച് മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ടൈം ഉണ്ടായിരുന്നു കേട്ടോ. 12 മണിക്കൊക്കെ ആയിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വെറുതെ റൂമിൽ പോയി ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തൊരു വിഘ്നേശ്വരൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നോക്കുമ്പോൾ ഉച്ചയായതുകൊണ്ട് നട തുറന്നിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്തൊരു പുഴ ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചയാണ് കേട്ടോ ഇത്. നിറയെ മീനുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്ത് ഇത്ര മീൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്കധികം നിറയെ മീനുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നമ്മുടെ കാലിൽ വന്ന് കടിക്കുന്നുണ്ടായിരുന്നു. ഇവക്കുട്ടിക്കാണെങ്കിൽ കണ്ടപ്പോൾ മുതൽ അതിലോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞ് അവളിനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നേ. അവിടെ കുറച്ച് പയ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വെയിലായത് കാരണം അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വെള്ളത്തിൽ കളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതല്ലാതെ വെയിലടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവക്കുട്ടിക്ക് വല്ല പനി ജലദോഷം വരണ്ടാന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവളെ കയറ്റിയിട്ടായിരുന്നു. കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ നോക്കിയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കേണ്ട ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വെയിലായതുകൊണ്ട് നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. തിരിച്ച് വരുന്ന സമയത്ത് ഓട്ടോയ്ക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ഓട്ടോ കാണാണ്ടായപ്പോൾ നമ്മൾ പിന്നെ നടന്ന് പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾക്ക് 1 മണി 2 മണി ആ സമയത്ത് വെക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കേറ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് 4 മണിക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇരിക്കുകയാണേ. അധികം തിരക്കില്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. കൂടുതലും മലയാളികളെ തന്നെ കാണാം നമുക്ക്. എന്നത്തെ പോലെ തന്നെ ട്രെയിൻ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ലേറ്റായിരുന്നു. അങ്ങനെ ട്രെയിന് വെയിറ്റ് ചെയ്തിരുന്ന് നമ്മളിതാ ട്രെയിൻ വന്ന് ട്രെയിനിലെത്തി. ട്രെയിനിൽ കയറി കേട്ടോ. മടുകോവയിൽ 8 മണിക്ക് എത്തേണ്ട ട്രെയിന് എത്തിയത് ഒരു 9 മണിക്കൊക്കെയാണ് കേട്ടോ എത്തിയത്. ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ എത്തിയ വഴി തന്നെ നമ്മളവിടെ പോണ സമയത്ത് കാറ് നമ്മൾ നിർത്തിയിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ എടുക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ ലഗേജെല്ലാം വെച്ച് ഒരു സൈഡിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ കാറെല്ലാം കൊണ്ടുവന്ന് വണ്ടിയിൽ കയറ്റിയതിന് ശേഷം നേരെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. മടകോവിൽ തന്നെ നല്ല ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും ബായ്.